കൊല്ലും കൊലയും ലഹരിയുമൊക്കെ കണ്ട മനസ്സ് മരവിച്ചിരിക്കുന്ന മലയാളിയുടെ സോഷ്യൽ മീഡിയ ഫീഡിലേക്ക് അഭിലാഷിന്റെയും ലെവിന്റെയും മാസ് എൻട്രി ആയിരുന്നു. കനാലിലെ വെള്ളത്തിരുന്ന് ബിരിയാണി കഴിക്കാണ്. അയ്യോ പച്ചമാങ്ങ മേടിച്ചോ? ഇല്ല മേടിച്ചില്ല. അടിച്ചു പൊളിക്കാൻ പറ്റുന്നിടത്തോളം അടിച്ചു പൊളിക്കുക. സത്യത്തിൽ ഞാൻ കരുതിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന്. എന്നെ കണ്ടപ്പോഴാ മനസ്സിലായത് എന്റെ ഒരു ഹാപ്പി. വീടിന് മുന്നിലെ കനാലും റബ്ബർ തോട്ടവുമൊക്കെ വീഡിയോകൾക്ക് പശ്ചാത്തലം. ക്രീം ബണ്ണും പരിപ്പുവടയും കട്ടൻ കാപ്പിയുമൊക്കെ പരസ്പരം പങ്കുവെക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവർ. ഇതൊക്കെയല്ലേ ജീവിതം എന്ന് പറയുന്നത്. മറ്റേ സാധനം കിട്ടിയ വിടരുത്, പിടിച്ചോണം. ഏത് നൊസ്റ്റാൾജിയ. അപ്പൊ നമ്മളിത് ക്രീം ബണ്ണും കട്ടൻ ചായയാണ് കഴിക്കുന്നത്. ക്രീം ബണ്ണെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കഴിക്കുന്നത്. ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ what is that he loves the most? കനാലല്ലേ ഞങ്ങളുടെ ജീവിതം. അപ്പോ കനാലിൽ വെള്ളം വരിക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു എന്നാ പറയണ ഉത്സവം പോലെയാണ്. സന്തോഷായി. ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. വിഷമങ്ങളും ദുഃഖങ്ങളും വെച്ചോണ്ടെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല. വിഷമങ്ങളും ദുഃഖങ്ങളെല്ലാം കനാലിലെ വെള്ളത്തിൽ ഒഴുക്കി വിടും. അതായത് എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാണ് ഇവൻ, എന്റെ ചിറ്റയുടെ മോനാ ഇവൻ. പക്ഷെ പലരും വിചാരിച്ചോണ്ടിരിക്കുന്ന സ്വന്തം അനിയനാ. അവനൊരു പാവാ പപ്പി. അവന് സ്നേഹിക്കാൻ ഞാനല്ലാതെ ഈ ലോകത്ത് മറ്റാരുമില്ല. പാഠമാണിത്, ഒരുപാട് മക്കൾക്കുള്ള ഒരു നല്ല പാഠം. അഭിലാഷിന്റെ മാതൃ സഹോദരിയുടെ മകനാണ് ലെവിൻ. തൊട്ടടുത്ത വീടുകൾ. മൊബൈലുമായി പറമ്പിലൂടെ നടന്ന മക്കളെ വഴക്കു പറഞ്ഞിരുന്ന വീട്ടുകാർക്കിന്ന അഭിമാന നിമിഷം. നീ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ടാ. തിയേറ്ററും പോയിട്ടില്ല. അതെ, തിയേറ്ററിൽ പോയിട്ടില്ല ഇതുവരെ. തിയേറ്ററിൽ പോയിട്ടില്ല, മന്തി കഴിച്ചിട്ടില്ല, വേറെ എന്തൊക്കെ ചെയ്തിട്ടില്ല. ഇപ്പൊ എന്നെ ട്രെയിനിൽ കയറിയിട്ടില്ല. നിനക്ക് എങ്ങനെയാ ഇതെല്ലാം പറഞ്ഞ് ഇത്ര ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറഞ്ഞ? ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ. കൊള്ളയും കൊലപാതകവും ലഹരിയുമൊക്കെ നാടുവാഴുന്ന കാലത്ത് ക്രീം ബണ്ണും പരിപ്പോടിയും ബിരിയാണിയും ഒക്കെ കഴിച്ച് ആളുകളെ സന്തോഷിപ്പിക്കുന്ന രണ്ടു പേരെയാണ് പരിചയപ്പെട്ടത്. എന്തായാലും ഇവരുടെ ജീവിതം ഇങ്ങനെ സന്തോഷപൂർണ്ണമായി തന്നെ മുന്നോട്ട് പോകട്ടെ. ഇതിൽ കൂടുതൽ ഇനി ഞാൻ എന്ത് പറയാനാ? നിങ്ങൾ രണ്ടുപേരും വളർന്നിരിക്കല്ലേ അങ്ങ് ആകാശത്തോളം. നമ്മളെ കനാലൊക്കെ തൊഴിലുറപ്പുകാർ ഇന്നലെ വന്ന് ക്ലീനാക്കി. അത് എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ കനാലില് വെള്ളം വരാനുള്ള സമയമായി. സത്യം പറഞ്ഞ് ഇനിയാണ് ഞങ്ങളുടെ നീരാട്ട്. മാണിക്യ ചിറകുള്ള മാറത്ത് കുറിയുള്ള വായ